നമസ്കാരം. അരുൺ ടെക് സ്റ്റുഡിയോയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു PDF ഫയലിനെ എങ്ങനെ വേർഡിലോട്ട് കൺവേർട്ട് ചെയ്ത് എങ്ങനെ അത് എഡിറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഏകദേശം നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നമുക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഒരു ഓൺലൈൻ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ഒരു PDF ഫയലിനെ എങ്ങനെ വേർഡിലോട്ട് കൺവേർട്ട് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫോണിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് PDF ടു വേർഡ് കൺവേർട്ടർ എന്ന് എൻ്റർ ചെയ്യുക. അപ്പോൾ അങ്ങനെ എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ ഒരുപാട് ഓപ്ഷൻസ് നമുക്കിവിടെ അവൈലബിലിറ്റി വരുന്നുണ്ട്. ഞാനിവിടെ ആ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ വരുന്നത് അല്ലെങ്കിൽ ഓൺലൈൻ വെബ്സൈറ്റ് വരുന്നത് ഐ ലവ് PDF എന്നാണ്. ഞാനിവിടെ ഐ ലവ് PDF എന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ക്ലിക്ക് ചെയ്യുമ്പം ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വരുന്നുണ്ടാവും. PDF ടു വേർഡ് കൺവേർട്ടർ എന്നുള്ള ഇൻ്റർഫേസിലോട്ടായിരിക്കും വരുന്നുണ്ടാവും. ഞാൻ എന്നിട്ട് അതിൽ സെലക്ട് PDF ഫയൽ ഞാൻ എൻ്റെ ഗാലറിയിൽ പോയിട്ട് ഞാനത് ഓപ്പൺ ചെയ്തെടുക്കുന്നു. അത് ഓപ്പൺ ചെയ്ത് എടുത്ത് കഴിയുമ്പോഴേക്കും അതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ അവർ ചോദിക്കുന്നുണ്ടാവും. ഞാൻ ജസ്റ്റ് അതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു ഡൗൺലോഡിങ്ങിൻ്റെ ഓപ്ഷൻ നമുക്കിവിടെ കാണിക്കും. ഡൗൺലോഡിങ് ഓപ്ഷൻ കാണിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഡൗൺലോഡ് ടു വേർഡ് എന്നുള്ളൊരു ഓപ്ഷനിലായിരിക്കും നമുക്ക് കാണിക്കുന്നുണ്ടാവും. അത് ഞാൻ നേരെ ഡൗൺലോഡ് ചെയ്യുന്നു. ഡൗൺലോഡ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഫയലിലേക്ക് അത് ഓട്ടോമാറ്റിക് സേവ് ആകുന്നതാണ്. ആ സേവ് ആയ ഫയൽ ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ അത് വേർഡിൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ഇൻ്റർഫേസ് വരുന്നുണ്ടാവും. ഇതിൽ നമുക്ക് ചിലപ്പം ചില സമയത്ത് നമ്മുടെ ബയോഡേറ്റാസ് കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പം ഡൗൺലോഡ് ചെയ്യാനുണ്ടാവും, ഡൗൺലോഡ് ചെയ്ത് മാറ്റാനുണ്ടാവും. അപ്പോൾ അതിലൊക്കെ നമുക്ക് സംഭവിക്കുന്നുണ്ട്, നമുക്കത് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അതിനകത്ത് വരുന്നില്ല. ഞാൻ ജസ്റ്റ് എ സിമ്പിൾ PDF ഫയൽ എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് കാണിച്ചാണ്. ജസ്റ്റ് എ സിമ്പിൾ PDF ഫയൽ എന്നുള്ളത് ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ചാനലിൻ്റെ പേരൊന്ന് ഇതിലേക്ക് എൻ്റർ ചെയ്യുന്നു. അരുൺ ടെക് സ്റ്റുഡിയോ എന്ന് ഞാൻ ഇതിലേക്ക് എൻ്റർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് ഫയൽ വേണമെങ്കിലും എങ്ങനെയാണെങ്കിലും നമുക്ക് PDF-ലുള്ള എന്ത് ഫയൽ വേണമെങ്കിലും നമുക്ക് ജസ്റ്റ് എഡിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് സേവ് ചെയ്ത് അല്ലെങ്കിൽ വേർഡിലോട്ട് കൺവേർട്ട് ചെയ്തെടുക്കാനൊക്കെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് വളരെയധികം ഉപകാരപ്രദമാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഏകദേശം നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നാളെ ഒരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.